ഇപ്പോൾ നിതിനെതിരെ പരാതി ഉന്നയിച്ച മറ്റൊരു പെൺകുട്ടി ഇപ്പോൾ നമ്മോടൊപ്പം തത്സമയമുണ്ട്. ഞാൻ പേരും പറയുന്നില്ല, ആളെയും കാണിക്കുന്നില്ല, പറയാനുള്ളതാണ് നമ്മൾ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എന്നെ കേൾക്കാമല്ലോ അല്ലേ? അതെ, കേൾക്കാം. നിതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. ഏത് സ്റ്റേഷനിലാണ്? ന്യൂമാഹിയിൽ. എപ്പോഴാണ് കൊടുത്തത്? 12-ാം തീയതിയാണ് FIR രജിസ്റ്റർ ചെയ്തത്. അന്നാണ് കൊടുത്തത്. ഈ മാസം 12 അല്ലേ? ഈ മാസം. ഇത് നിതിനെ പരിചയമുള്ളതാണോ? കാരണം നിതിൻ അധികവും ഇരകളാക്കിയിരിക്കുന്ന ബന്ധുക്കളൊക്കെയാണെന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയത്. ഇന്നലെ നമ്മളോട് പ്രതികരിച്ച സാന്ദ്രയും ഒരു വിദൂര ബന്ധമുണ്ട് അയാളുമായിട്ട് എന്ന് പറഞ്ഞിരുന്നു, കുടുംബ ബന്ധമുണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നു. ഏതെങ്കിലും തരത്തിൽ നിതിനെ അറിയുന്നതാണോ? ബന്ധമുണ്ട്, ഫാമിലിയാണ്. അപ്പോ എന്താണ്, എങ്ങനെയാണ് ഇപ്പോൾ താങ്കളെയും ഈ തരത്തിൽ ദുരുപയോഗം ചെയ്തു എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഞാൻ റാൻഡംലി എന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് എന്റെ ഫോട്ടോസ് ഈ ഗ്രൂപ്പിൽ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നത് അറിഞ്ഞത്. അങ്ങനെ 8-ാം തീയതി നൈറ്റാണ് എനിക്ക് ഈ ഗ്രൂപ്പ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ കയറിയപ്പോൾ എന്റെ ഫോട്ടോസ് അടക്കം ഞങ്ങൾ കസിൻസ് പലരെ ഫോട്ടോസ് ഇതിൽ ഷെയർ ചെയ്ത് പോകുന്ന കണ്ടു. അങ്ങനെയാണ് ഈ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് ആണ് എടുക്കുന്നത്. എന്നിട്ട് അത് ന്യൂഡ് പിക്ചേഴ്സ് ആക്കി മാറ്റുന്നു അല്ലേ? അതെ. ഇത് അതിനുശേഷം അത് നിതിനാണ് എന്ന കണ്ടെത്തലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഈ അക്കൗണ്ട് എന്റെ ഫോട്ടോസ് ആരെല്ലാം പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കാൻ വേണ്ടിട്ട് ആ ഗ്രൂപ്പ് കയറി നോക്കുമ്പോ ഒരു യൂസർ ID മാത്രമാണ് കാണിക്കുന്നത്. അത് അന്വേഷിച്ച് നോക്കുമ്പോൾ നിതിന്റെ നമ്പറാ വരുന്നത്. പിന്നെ ഗ്രൂപ്പ് അഡ്മിനും നിതിനാണ്. അത് ആ ഗ്രൂപ്പ് അല്ലാതെ 2-3 ഗ്രൂപ്പ് എക്സ്ട്രാസും ഉണ്ട്. അതിലൊക്കെ ഞങ്ങൾ ഫോട്ടോസ് ഷെയർ ചെയ്ത് പോകുന്നുണ്ടോ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. ഈ ഫോട്ടോ കണ്ട ഉടനെ എന്താണ് ആദ്യം ചെയ്തത്? ഈ ഫോട്ടോ കണ്ട ഉടനെ ഞാൻ എന്റെ ബ്രദേഴ്സിനെല്ലാം കൂട്ടി നേരെ നിതിന്റെ വീട്ടിലേക്ക് പോയി. അപ്പോ നിതിൻ ആദ്യം സമ്മതിച്ചു തന്നില്ല. പിന്നീട് നിതിൻ പറഞ്ഞു നിതിനാണ് ഇതൊക്കെ ചെയ്തത്, നിതിനോട് പറ്റിപ്പോയി, അങ്ങനെ ഇങ്ങനെല്ലാം പറഞ്ഞപ്പം സ്ട്രേറ്റ് ഞങ്ങള് പരപ്പനങ്ങാടി സ്റ്റേഷനിലേക്ക് നിതിന്റെ ഫോണും നിതിനെയും കൂട്ടി പോയി. ഉറപ്പായിരുന്നോ? ആ ഫോണിൽ ഒരു ആപ്പ് അവന്റെ കയ്യിലുണ്ടായിരുന്നു, കാൽക്കുലേറ്റർ ഹൈഡിംഗ് ആപ്പ് ഉണ്ടായിരുന്നു. അത് ഏത് ഫോണാണെന്ന് ഓർക്കുന്നുണ്ടോ? S23 സാംസങ്ങിന്റെ. അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു അല്ലേ ആ ഫോൺ? കൊടുത്തു. ആ ഫോൺ ഇപ്പൊ തിരിച്ചു കൊണ്ടുപോയി എന്നല്ലേ കേൾക്കുന്നത്? അതെ, അങ്ങനെയാ കേൾക്കുന്നത്. അവൻ പിന്നീട് ആ ഫോൺ എല്ലാ സ്റ്റേഷനിൽ കൊടുത്തെന്നാ കേട്ടെ. അല്ല, അന്ന് നിങ്ങൾ ഒരുമിച്ച് എടുത്തു കൊണ്ടുപോയി ആ ഫോൺ കൊടുക്കുകയായിരുന്നല്ലോ അല്ലേ? കൊടുത്തിട്ടുണ്ട്. അന്ന് ഞങ്ങൾ അവിടെ സ്റ്റേഷനിൽ ഫോൺ വാങ്ങിച്ച്, പക്ഷെ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് തന്നെ പിന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അവന്. ഇത് ഈ പരാതി കൊടുത്തിട്ട് അത് FIR ഇട്ടില്ല? ഇല്ല, അന്ന് തന്നെ FIR ഇട്ടില്ല. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാന്നാണ് സ്റ്റേഷനിൽ പറഞ്ഞത്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് പറയാന്ന്. അങ്ങനെ ഞങ്ങള് 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു വിവരമില്ലാത്തവരാണ് സൈബറിലേക്ക് സ്ട്രേറ്റ് പോയത്. അപ്പൊ അവിടുന്ന് പറഞ്ഞു മദർ സ്റ്റേഷനായിട്ട് ബന്ധപ്പെടെ. അങ്ങനെയാണ് ഇപ്പൊ ന്യൂമാഹിയില് സ്റ്റേഷനിൽ കേസ് നടന്നു കൊടുക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ തൊണ്ടി മുതലുമായിട്ട് പോയിട്ടും FIR ഇടാൻ തയ്യാറായില്ല അല്ലേ? ഇല്ല, അന്ന് തയ്യാറായില്ല. പിന്നെ ആ ഫോൺ അവിടെ നിന്ന് പോയി എന്ന് എപ്പോഴാണ് അറിഞ്ഞത്? പിന്നീട് അത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പാണ് അറിയുന്നത്. അവന് ഫോണ് കിട്ടി, ആ ഫോണിൽ ഇപ്പൊ ഒന്നുമില്ല, അവനൊക്കെ ഡിലീറ്റ് ആക്കി, അങ്ങനെയൊക്കെ അറിഞ്ഞത്. അതായത് നിങ്ങൾ ഈ അന്വേഷണവുമായി നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ, പരാതിയുമായി മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് തന്നെ ആ തൊണ്ടി മുതൽ പോലീസ് എടുത്ത് അയാൾക്ക് തിരിച്ചു കൊടുത്തു, പകരം മറ്റൊരു ഫോൺ അയാൾ കൊടുക്കുകയും ചെയ്തു അല്ലേ? അതെ. പിന്നീട് സ്റ്റേഷനിൽ ഫോൺ ഹാജരാക്കാൻ പറയുമ്പോൾ അവന്റെ ഫോണല്ല ഹാജരാക്കി, അവന്റെ അച്ഛന്റെ ഫോണാന്ന് തോന്നുന്നു, വേറൊരു ഫോൺ അവൻ ഹാജരാക്കി. ഇന്നലെ നമ്മളോട് തുറന്ന് സംസാരിച്ച സാന്ദ്ര ഗൾഫിലാണുള്ളത്. സാന്ദ്ര അക്കാര്യത്തിൽ നമ്മളോട് പറഞ്ഞ ഒരു കാര്യം, ഒരു പ്രാദേശിക നേതാവ്, രാഷ്ട്രീയ നേതാവ് ഇടപെട്ട ശേഷമാണ് ഈ ഫോൺ തിരിച്ചു കൊടുത്തതെന്നാണ്. അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ? അങ്ങനെയാണ് കേട്ടത്, കറക്റ്റ് ആയിട്ട് അറിയില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ ഫോൺ തിരിച്ചു കൊടുക്കാനുള്ള കാരണം എന്നാണ് കേട്ടത്. ഇതിലെന്തായാലും ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമല്ലോ അല്ലേ, ധൈര്യത്തോടെ? പോകും, എന്തായാലും പോകും. ഈ കുടുംബത്തിൽ നിന്നും എത്ര പെൺകുട്ടികളെ ഈ തരത്തിൽ ഫോട്ടോകൾ എടുത്ത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്? എന്താണ് നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം? എനിക്ക് പരിചയമുള്ളവരെ മാത്രമാണ് ഞാൻ ഫോട്ടോസ് എടുത്തിട്ട് ഞാൻ അവർക്ക് ഷെയർ ചെയ്തത്. ആ ഗ്രൂപ്പിൽ തന്നെ ഒരു 1000-ഓളം ഫോട്ടോസ് ഉണ്ട്. അതിൽ ആരൊക്കെയോ ഉണ്ട്. 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ യൂണിഫോം ഇട്ട ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഗ്രൂപ്പ് ഇപ്പൊ ഇല്ല. ഞങ്ങൾ അന്ന് ആ ഗ്രൂപ്പ് അറിഞ്ഞതിന് ശേഷം ആ ഗ്രൂപ്പ് അവൻ ഡിലീറ്റ് ആക്കി. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് ഇപ്പോ അതിൽ ആരൊക്കെയാ എന്തൊക്കെയാന്നുള്ളത് കറക്റ്റ് അറിയില്ല. 1000-ഓളം ഫോട്ടോസ് ഉണ്ട്.
ഞാൻ എനിക്ക് പരിചയമുള്ളവരെ മാത്രം ഫോട്ടോസ് ഞാൻ ഫാമിലിയുള്ള എടുത്തു വെച്ചിട്ട് അവരോട് പറഞ്ഞത് സംഭവം. ഇപ്പോൾ നിതിൻ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണല്ലേ? അതെ. എത്ര പരാതികളാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ന്യൂമാഹിയിൽ പരാതി നൽകി? അതല്ലാതെ പലയിടത്തായിട്ട് പരാതികളുണ്ട്. ഈ മലപ്പുറത്ത് തന്നെ പലയിടത്തായി പരാതി കൊടുത്തിട്ടുണ്ട്, വള്ളിക്കുന്നിൽ പരാതി കൊടുത്തിട്ടുണ്ട്, സാന്ദ്ര പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും പരാതി ഉണ്ടായിട്ടും നിതിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് എന്തെങ്കിലും അത്രയ്ക്കും രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ള ഒരാളാണോ? അതെ അതെ ആണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ടാണ്? അവര് ഫാമിലിയോട് അവനറിയില്ല, അച്ഛനമ്മയൊക്കെ രാഷ്ട്രീയത്തിലുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോ അതിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന സുരക്ഷയാണെന്നാണ് കരുതുന്നത് അല്ലേ? അതെ. ഈ പോലീസ് നിങ്ങളോടൊന്നും ചെയ്യില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ചെയ്യുന്നില്ല. അത് അങ്ങോട്ട് പോകൂ ഇങ്ങോട്ട് പോകൂ എന്ന് പറയാം. സൈബർ പോലീസ് എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടോ? ഇപ്പൊ 2-3 ദിവസമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്, അവനെ വിവരങ്ങൾ പറയുന്നുണ്ട്. മൊഴിയെടുത്തോ? മൊഴിയെടുത്ത് FIR രജിസ്റ്റർ ചെയ്തു, മൊഴിയെടുത്തു. അപ്പോൾ നിങ്ങളെ അപ്ഡേറ്റ്സ് അറിയിക്കുന്നുണ്ടോ? എന്താണ് ഇനി അടുത്ത നടപടി എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ടോ? ആ ഫോൺ അവിടെ നിന്ന് പോയി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞല്ലോ അല്ലേ പോലീസിനോട്, സൈബർ പോലീസിനോട്? അതെല്ലാം പറഞ്ഞു. അപ്പൊ അയാൾ തെളിവ് നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കേസ് നിൽക്കുക? അറിയില്ല. ഇപ്പൊ അവന്റെ ഒരു എക്സ്ട്രാ ഒരു ഫോണ് പിടികൂടിയുണ്ട്, അതുപോലെ കുറച്ച് സിമ്മ് പിടികൂടിയുണ്ടെന്നാ പറഞ്ഞേ. 11 സിം ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അതെ, 11 സിം മാറ്റം കിട്ടിയിട്ടുണ്ടെന്നാ സ്റ്റേഷനിൽ പറഞ്ഞു. ഈ നിതിനെ കുറിച്ചൊന്ന് കൂടുതൽ അറിയുന്ന കാര്യങ്ങളൊന്ന് പറയാമോ? ഇയാൾക്ക് 25 വയസ്സുണ്ടെന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അയാൾക്ക് ജോലിയുണ്ടോ? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അയാളുടെ വീട്ടിലെ സാഹചര്യം, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആളാണോ? അതൊക്കെ അറിയണമല്ലോ. നിതിന് അച്ഛനമ്മ, ചേച്ചിയുടെ ഹസ്ബൻഡ്, മക്കൾ. അവൻ പഠിച്ചതൊന്നും കറക്റ്റ് അറിയില്ല. ഞങ്ങൾ ചെറുപ്പത്തിലുള്ള ഒരു പരിചയമുള്ളൂ, ഫാമിലീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാന്നല്ലാണ്ട് അവനായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല. പിന്നെ അവന് KCB താൽക്കാലികമായിട്ട് ജോലി കിട്ടിയിട്ടുണ്ടെന്നാണ് കേട്ടത്. ഇപ്പം പോക്കെന്തോന്ന് അറിയില്ല. ഇപ്പൊ ജോലി ഉണ്ടോന്ന് അറിയില്ല അല്ലെ? ഇതിപ്പോ നിതിൻ ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് കരുതുന്നുണ്ടോ? അതോ ഇതിലൊരു സംഘമുണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? ഉണ്ടാവും തോന്നുന്നു. അതില് ആ ഗ്രൂപ്പിൽ തന്നെ 800-900 പേരുണ്ട്. അത് അവൻ ഒറ്റക്കായിരിക്കോ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരുണ്ടോന്ന് അറിഞ്ഞൂടാ. ശരി, ഏതായാലും ആ പരാതിയുമായി ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഇന്നലെ സാന്ദ്രയും ആ തരത്തിൽ നല്ല ധൈര്യം കാണിച്ച വ്യക്തിയാണ്. എന്തായാലും ഇങ്ങനെ ഒരു ക്രിമിനലിനെ പിടികൂടേണ്ടതുണ്ട്. ആ തരത്തിൽ കൂടുതൽ പരാതികൾ പുറത്തേക്ക് വരട്ടെ. വളരെ നന്ദി ഇപ്പോൾ സംസാരിച്ചതിന്. താങ്ക് യു.